യേശു ഏകരക്ഷകൻ എന്ന പ്രഭാഷണ പരമ്പരയിലെ 36-ാമത്തെ വീഡിയോ ആണ് ഇത്. ഒന്നാമത്തെ വീഡിയോ മുതൽ അതിന്റെ ക്രമത്തിൽ കാണുവാൻ ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ട് നേരിട്ടേക്കും, സംശയങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ബൈബിളിന്റെ മാനദണ്ഡമനുസരിച്ച് മനുഷ്യരായ നമ്മളെല്ലാവരും നരകശിക്ഷ അർഹിക്കുന്ന പാപികളാണ്. യേശുവിന്റെ കുരിശുമരണത്തെ ആസ്പദമാക്കി മാത്രമേ നരകശിക്ഷയുടെ ഈ അവസ്ഥയിൽ നിന്ന് വിടുതൽ നേടി രക്ഷയിലേക്ക് കടന്നു വരുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നരകശിക്ഷയിൽ നിന്ന് മോചനം നേടി രക്ഷയിലേക്ക് കടന്നു വരുന്നതിനു വേണ്ടി ഒരാൾ യേശുക്രിസ്തുവിൽ ശരിയായ വിശ്വാസം അർപ്പിക്കുവാൻ തയ്യാറാകണം. ഇതേക്കുറിച്ചായിരുന്നു കഴിഞ്ഞ കുറെ വീഡിയോകളിൽ നമ്മൾ വിശദീകരിച്ചത്. എന്നാൽ ലോകത്തിൽ നിരവധി മനുഷ്യർക്ക് യേശുവിനെ അറിയാനുള്ള അവസരം കിട്ടുന്നില്ല. അപ്പോൾ ഇവരെല്ലാവരും നരകത്തിൽ പോകുമോ? ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. ഇതേക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ വിശദീകരിക്കുവാൻ പോകുന്നത്. ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ, നിരവധി മനുഷ്യർ യേശുവിനെ അറിയാൻ ഇടയാകാത്തത് അവരുടെ ബോധപൂർവമായ കുറ്റം കൊണ്ടല്ല. ആദ്യം തന്നെ യേശു ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുൻപ് ജീവിച്ചിരുന്ന മനുഷ്യരുടെ കാര്യം നമുക്ക് പരിഗണിക്കാം. അവർക്ക് യേശുവിനെ അറിയാനുള്ള അവസരം ലഭിക്കുന്നില്ല. എന്നാൽ ഇത് അവരുടെ കുറ്റം കൊണ്ട് അല്ലതാനും. ഇനി യേശുവിന്റെ ജനനശേഷം ജീവിക്കുന്ന മനുഷ്യരുടെ കാര്യം എടുക്കാം. നിരവധി ദേശങ്ങളില് സുവിശേഷ സന്ദേശം കടന്നു ചെല്ലാത്തതായി ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഈ രാജ്യങ്ങളിലെ അല്ലെങ്കിൽ ദേശങ്ങളിലെ ജനങ്ങൾക്കും യേശുവിന്റെ നാമം അറിയാനുള്ള അവസരം ലഭിക്കുന്നില്ല. അത് അവരുടെ കുറ്റം കൊണ്ട് അല്ലതാനും. ഇനി നമ്മുടെ നാട്ടിലൊക്കെ കഴിയുന്ന വിജാതീയരായ അല്ലെങ്കിൽ ഇതര മതസ്ഥരായ ആളുകളുടെ കാര്യം പരിഗണിക്കാം. അവർക്ക് യേശുവിനെ കുറിച്ച് അറിവുണ്ട്, യേശുവിന്റെ നാമം അവർ കേട്ടിട്ടുണ്ട്. എന്നാൽ യേശുവിലൂടെയുള്ള രക്ഷയെക്കുറിച്ച് അവർക്ക് ശരിയായ അറിവ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇത് അവരുടെ ബോധപൂർവമായ കുറ്റം കൊണ്ട് അല്ലാതിരിക്കാനും സാധ്യതയുണ്ട്. ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകത്ത് നിരവധി മനുഷ്യർക്ക് യേശുവിലൂടെയുള്ള രക്ഷയെക്കുറിച്ച് അറിയാനുള്ള അവസരം ലഭിക്കുന്നില്ല. അത് അവരുടെ ബോധപൂർവമായ കുറ്റം കൊണ്ട് ആയിരിക്കണമെന്നുമില്ല. അപ്പോൾ ഈ മനുഷ്യരെല്ലാവരും നരകത്തിൽ പോകുമോ? അങ്ങനെ ചിന്തിക്കുവാന് നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇതേക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ തുടർന്ന് വിശദീകരിക്കുവാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് യഹൂദരുടെ കാര്യം പരിഗണിക്കാം. അതായത് യേശു ജനിക്കുന്നതിന് മുൻപ് ജീവിച്ചിരുന്ന യഹൂദർ. പഴയ നിയമത്തില് ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തില് നമ്മൾ ഹെനോക്കിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നു, ഹെനോക്ക് ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ചു, പിന്നെ അവനെ കണ്ടിട്ടില്ല, ദൈവം അവനെ എടുത്തു. തുടർന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നമ്മൾ നോഹയുടെ കാര്യം വായിക്കുന്നുണ്ട്. നോഹയെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നോഹ നീതിമാനായിരുന്നു, ആ തലമുറയിലെ കറയറ്റ മനുഷ്യൻ, അവൻ ദൈവത്തിന്റെ മാർഗത്തിൽ നടന്നു. തുടർന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നമ്മൾ അബ്രാഹത്തിന്റെ കാര്യം വായിക്കുന്നുണ്ട്. അബ്രാഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ കർത്താവിൽ വിശ്വസിച്ചു, അവിടുന്ന് അതവന് നീതീകരണമായി കണക്കാക്കി. പിന്നെ നമ്മൾ ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും കാര്യം വായിക്കുന്നുണ്ട്. അവരും ദൈവത്തിന്റെ മാർഗത്തിൽ ജീവിച്ചു. തുടർന്ന് നമ്മൾ മോശയുടെയും ജോഷ്വായുടെയും ദാവീദിന്റെയും ഒക്കെ കാര്യം വായിക്കുന്നുണ്ട്. അവരൊക്കെ നീതിമാന്മാരാണ്, കർത്താവിന് പ്രിയപ്പെട്ടവരാണ് എന്നാണ് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്.
ഈ പഴയ നിയമ വിശുദ്ധരൊന്നും നരകത്തിൽ പോകുവാൻ യാതൊരു സാധ്യതയുമില്ല. അത് നിങ്ങൾ അംഗീകരിക്കും. അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ഈ പഴയ നിയമ കാലഘട്ടത്തിൽ, അതായത് യേശുവിന്റെ ജനനത്തിന് മുമ്പ് ജീവിച്ചിരുന്ന യഹൂദർ, അവര് യഹോവയിൽ ശരിയായ വിശ്വാസം അർപ്പിക്കുവാൻ തയ്യാറാവുകയാണെങ്കിൽ അത് അവർ യേശുവിൽ വിശ്വസിക്കുന്നതിന് തുല്യമായി ദൈവം കണക്കാക്കും. യേശുവിന്റെ നിറവേറാൻ ഇരിക്കുന്ന കുരിശുമരണത്തെ മുൻനിർത്തി അവരുടെ പാപങ്ങൾ ദൈവം ക്ഷമിക്കും, അവരെ നീതീകരിക്കും, അവർക്ക് രക്ഷ നൽകും. ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് യേശുവിനെ അറിയാൻ ഇടവന്നിട്ടില്ലാത്ത വിജാതീയരായ ആളുകളുടെ കാര്യത്തിലേക്ക് വരാം. മത്തായിയുടെ സുവിശേഷം 25 അധ്യായം 31 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിൽ യേശു അന്ത്യവിധിക്കായി വരുന്നതിന്റെ വിവരണം നൽകിയിട്ടുണ്ട്. ആ ഭാഗം ഞാനൊന്ന് വായിക്കാം, നിങ്ങൾ ശ്രദ്ധിക്കുക. മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തന്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. അവന്റെ മുൻപിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും. ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും. അവൻ ചെമ്മരിയാടുകളെ തന്റെ വലതുവശത്തും കോലാടുകളെ ഇടതുവശത്തും നിർത്തും. അനന്തരം രാജാവ് തന്റെ വലതുഭാഗത്തുള്ളവരോട് അരുളി ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു, ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എന്റെ അടുത്ത് വന്നു. അപ്പോൾ നീതിമാന്മാർ ഇങ്ങനെ മറുപടി പറയും, കർത്താവേ, നിന്നെ വിശക്കുന്നവനായി കണ്ട് ഞങ്ങൾ ആഹാരം നൽകിയതും ദാഹിക്കുന്നവനായി കണ്ട് കുടിക്കാൻ നൽകിയതും എപ്പോൾ? നിന്നെ പരദേശിയായി കണ്ട് സ്വീകരിച്ചതും നഗ്നനായി കണ്ടു ഉടുപ്പിച്ചതും എപ്പോൾ? നിന്നെ ഞങ്ങൾ രോഗാവസ്ഥയിലോ കാരാഗ്രഹത്തിലോ കണ്ട് സന്ദർശിച്ചത് എപ്പോൾ? രാജാവ് മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. ഇവിടെ മത്തായിയുടെ സുവിശേഷം 25 അധ്യായം 32 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, അവന്റെ മുൻപിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ, ഇവിടെ സകല ജാതിയിലും പെട്ട മനുഷ്യരെ ആണ് യേശു വിധിക്കുന്നത്. യേശു ഈ ജനതകളെ 2 ഗണങ്ങളായി തിരിച്ചു. ഒരു കൂട്ടരെ വലതുവശത്തും നിർത്തി, മറ്റേ കൂട്ടരെ ഇടതുവശത്തും. പിന്നെ കുറെ പരസ്നേഹ പ്രവൃത്തികളുടെ ലിസ്റ്റാണ് പറയുന്നത്, ജീവകാരുണ്യ പ്രവൃത്തികളുടെ. അതിനുശേഷം വലത്തുഭാഗത്തുള്ളവരോട് പറഞ്ഞു, എന്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. പിന്നെ അവർക്ക് യേശു രക്ഷ നൽകുന്നതായി നമ്മൾ വായിക്കുന്നു. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും, യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്ത വിജാതീയർ, അത് അവരുടെ കുറ്റം കൊണ്ടല്ല, ഇങ്ങനെയുള്ളവര് സഹോദരങ്ങളെ നിസ്വാർത്ഥമായി സ്നേഹിക്കാൻ മനസ്സ് കാണിച്ചാൽ അത് അവർ യേശുവിൽ വിശ്വസിക്കുന്നതിന് തുല്യമായി ദൈവം കണക്കാക്കും. അവർക്ക് ദൈവം രക്ഷ നൽകുകയും ചെയ്യും. അതും യേശുവിന്റെ കുരിശുമരണത്തെ ആസ്പദമാക്കി തന്നെയാണ്. അതായത് യേശുവിന്റെ കുരിശുമരണത്തെ ആസ്പദമാക്കി ഇവരെ നീതീകരിക്കും, നേരിട്ടല്ലാതെ. ഇൻഡയറക്റ്റ് ജസ്റ്റിഫിക്കേഷൻ. അങ്ങനെ നീതീകരിച്ച് ദൈവം ഇവർക്ക് രക്ഷ നൽകും. കാരണം അവര് ആ സഹോദരങ്ങളെ സ്നേഹിക്കാൻ തയ്യാറായപ്പോൾ അത് യേശുവിനെ തന്നെയാണ് സ്നേഹിച്ചത് എന്ന് വചനത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നു. അതായത് എന്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്നാണ് യേശു ഇവിടെ പറയുന്നത്. യോഹന്നാന്റെ 1-ാം ലേഖനത്തില് നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അവൻ നമ്മുടെ പാപങ്ങൾക്കുള്ള പരിഹാര ബലിയാണ്, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക്. ഇവിടെയും ഒരു കാര്യം വ്യക്തമാണ്, യേശു മരിച്ചത് ക്രിസ്ത്യാനികളുടെ മാത്രം പാപങ്ങൾക്ക് വേണ്ടിയല്ല,
മറ്റെല്ലാ മനുഷ്യരുടെയും പാപങ്ങൾക്ക് വേണ്ടി ആണ്. എന്നാൽ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലല്ല രക്ഷ പ്രാപിക്കുന്നത്. കാരണം എഫേസോസ് ലേഖനം 2-ാം അധ്യായം 8 തൊട്ട് 9 വരെയുള്ള വചനങ്ങളിൽ ഇക്കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. രക്ഷയെന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു സൗജന്യദാനം മാത്രമാണ്. നമ്മുടെ പ്രയത്നം കൊണ്ട് നമ്മൾ നേടിയെടുക്കുന്ന ഒന്നല്ല അത് പ്രവൃത്തികളുടെ ഫലമല്ല. വാസ്തവത്തില് മത്തായി 25-ാം അധ്യായത്തില് ഈ അന്ത്യവിധിയുടെ ഭാഗത്ത് ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യ വ്യക്തി നിസ്വാർത്ഥമായ സഹോദര സ്നേഹത്തെ തന്റെ ഹൃദയം കൊണ്ട് തെരഞ്ഞെടുക്കുന്നതിനെയാണ്. അതായത് സഹോദര സ്നേഹത്തിന്റെ ഒരു മനോഭാവം, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒരു ഭിക്ഷക്കാരന് 2 തരത്തിൽ ഭിക്ഷ കൊടുക്കാം. ഒന്ന്, അവന് ഭിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും കിട്ടും, എനിക്ക് സ്വർഗം കിട്ടും എന്ന വിചാരത്തോടെ കൊടുക്കാം. ഇത് ദൈവത്തിന്റെ മുൻപിൽ സ്വീകാര്യമല്ല. നമുക്ക് വേണമെങ്കിൽ ആ ഭിക്ഷക്കാരന് അവനോട് കരുണ തോന്നി അവന്റെ ആ കഷ്ടതയിൽ മനസ്സലിഞ്ഞ് സ്നേഹത്തോടെ ഭിക്ഷ കൊടുക്കാം. ഈ മനോഭാവമാണ് ഈ മത്തായി 25-ാം അധ്യായത്തിൽ യേശു ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്ത വിജാതിയർ, അത് അവരുടെ കുറ്റം കൊണ്ടല്ല, അങ്ങനെയുള്ളവര് നിസ്വാർത്ഥമായി സഹോദരങ്ങളെ സ്നേഹിക്കാൻ തയ്യാറായാൽ അത് അവർ യേശുവിൽ വിശ്വസിക്കുന്നതിന് തുല്യമായി ദൈവം കണക്കാക്കും. അവർക്ക് യേശുവിന്റെ കുരിശുമരണത്തെ ആസ്പദമാക്കി തന്നെ നീതീകരണം ലഭിക്കും, അവരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും, അവർക്ക് രക്ഷ ലഭിക്കുകയും ചെയ്യും. ഇനി യേശുവിൽ ശരിയായ വിശ്വാസം അർപ്പിച്ചവരെ കുറിച്ച് എഫേസോസ് ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: നാം ദൈവത്തിന്റെ കരവേലയാണ്, നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടിയൊരുക്കിയ സൽപ്രവൃത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അതായത് യേശുവിൽ ഒരാൾ ശരിയായ വിശ്വാസം അർപ്പിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് അയാളെക്കുറിച്ച് ഒരു പദ്ധതി തയ്യാറാക്കുന്നു. ഇതനുസരിച്ചുള്ള സൽപ്രവൃത്തികൾ അയാൾ ചെയ്യണം. ഈ സൽപ്രവൃത്തികൾ എന്ന് പറയുമ്പോൾ അത് ജീവകാരുണ്യ പ്രവൃത്തികൾ തന്നെയാകണം എന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ സുവിശേഷ വേലയായിരിക്കും, അല്ലെങ്കിൽ ദൈവശാസ്ത്രം പോലുള്ള ശുശ്രൂഷകളായിരിക്കും. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, എല്ലാ യഥാർത്ഥ ദൈവരാജ്യ ശുശ്രൂഷകളുടെയും പിന്നിലുള്ള മനോഭാവം സ്നേഹം തന്നെയാണ്. അപ്പോൾ വിശാലമായ അർത്ഥത്തിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ യേശുവിൽ വിശ്വസിക്കുന്നവരും നീതീകരിക്കപ്പെടുന്നത് സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മൾ പറഞ്ഞു, യേശുവിനെ അറിയാൻ ഇടവന്നിട്ടില്ലാത്തവർ നിസ്വാർത്ഥമായി സഹോദരങ്ങളെ സ്നേഹിച്ചാൽ അവര് രക്ഷ പ്രാപിക്കും എന്ന്. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യം ന്യായമായി ഉയരും: അങ്ങനെയെങ്കിൽ സുവിശേഷം പ്രസംഗിക്കേണ്ടതിന്റെ ആവശ്യമുണ്ടോ? എല്ലാവരും അങ്ങ് സ്നേഹിച്ച് രക്ഷപ്രാപിച്ചാൽ പോരെ? ഇത് തെറ്റായ ഒരു ചിന്താഗതിയാണ്. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. അതായത് എല്ലാ മനുഷ്യരും യേശുവിലൂടെയുള്ള ഈ രക്ഷയെ ശരിയായ വിധം തിരിച്ചറിഞ്ഞ് യേശുവിൽ വിശ്വസിച്ച് രക്ഷപ്രാപിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം. പിന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ മനുഷ്യൻ അങ്ങനെ ചുമ്മാ സഹോദരങ്ങളെ സ്നേഹിക്കാൻ തയ്യാറാകത്തില്ല. അതിനുള്ള സാധ്യത കുറവാണ്. വാസ്തവത്തില് ഈ യേശുവിനെ അറിഞ്ഞ് വിശ്വസിച്ച് കഴിയുമ്പോഴാണ് നിസ്വാർത്ഥമായി വിശാല ഹൃദയത്തോടെ മനുഷ്യൻ സഹോദരങ്ങളെ സ്നേഹിക്കാനായിട്ട് തയ്യാറാകുന്നത്. അതായത് യേശുവിനെ അറിയാതെ തന്നെ ഉയർന്ന സഹോദര സ്നേഹത്തിലേക്ക് മനുഷ്യർ നീങ്ങാനുള്ള സാധ്യത കുറവാണ്. ഇക്കാരണത്താൽ തന്നെ നമ്മൾ നിർബന്ധമായിട്ടും സുവിശേഷം ചെന്നിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, യേശുവിനെ അറിഞ്ഞു കഴിയുമ്പോഴാണ് നമുക്ക് ആത്മീയ വളർച്ചയ്ക്കുള്ള സാധ്യത ഉണ്ടാകുന്നത്. അല്ലാതെ യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്ത മനുഷ്യർ സ്നേഹിച്ച് മാത്രം ആത്മീയമായി വളരുന്നതിനുള്ള സാധ്യത കുറവാണ്. ഇക്കാരണത്താലും നമ്മൾ നിർബന്ധമായും സുവിശേഷം പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു. യേശുവിനെ അറിയാത്തവരുടെ മുൻപിലും രക്ഷയ്ക്കുള്ള വാതിൽ ദൈവം തുറന്നിട്ടിട്ടുണ്ട്. എന്നാൽ ഇത് സുവിശേഷം പ്രസംഗിക്കുന്നതിൽ നിന്ന് നമുക്ക് യാതൊരു ഒഴികഴിവും നൽകുന്നില്ല എന്ന കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഒരു വ്യക്തി, അതായത് ഒരു വിജാതീയൻ, യേശുവിലൂടെയുള്ള രക്ഷയെ വ്യക്തമായി തിരിച്ചറിഞ്ഞു എന്ന് കരുതുക. എന്നിട്ടും അയാൾ യേശുവിൽ വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല എങ്കിൽ അയാൾ രക്ഷ പ്രാപിക്കത്തില്ല.
കാരണം രക്ഷയുടെ പരമമായ അടിസ്ഥാനത്തെ തിരിച്ചറിഞ്ഞിട്ടും ബോധപൂർവം അതിനെ നിരസിക്കുകയാണ് അയാൾ ചെയ്യുന്നത്. പരിശുദ്ധാത്മാവിനെതിരായ പാപം ക്ഷമിക്കപ്പെടുകയില്ലെന്ന് ക്രിസ്തു വളരെ വ്യക്തമായിട്ട് സുവിശേഷത്തിൽ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇനി യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്തവരുടെ രക്ഷയെക്കുറിച്ച് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം, അതായത് കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച്, അതിൽ പറഞ്ഞിരിക്കുന്ന ഭാഗം കൂടി നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. സ്വന്തം കുറ്റത്താലല്ലാതെ ക്രിസ്തുവിന്റെ സുവിശേഷത്തെയും അവിടുത്തെ സഭയെയും അറിയാതിരിക്കുകയും എന്നാൽ നിർമ്മല ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുകയും മനസാക്ഷിയുടെ സ്വരത്തിലൂടെ പ്രകടമാകുന്ന ദൈവ തിരുമനസ് കൃപാവരത്താൽ പ്രചോദിതമായി നിറവേറ്റാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നവർക്കും നിത്യരക്ഷ പ്രാപിക്കാൻ സാധിക്കും.